ഹലോ കൂട്ടുകാരി, ഓരോ വീഡിയോസ് ചെയ്യുന്നത് എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് അല്ലേ? നമ്മളെല്ലാവരും അത്രയും ഡെഡിക്കേഷനോടുകൂടി ഒത്തിരി കാര്യങ്ങൾ നോക്കിയും എല്ലാം മനോഹരമാക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പൊതുവേ പറയുന്ന കേൾക്കാം, വീട്ടിലിരുന്ന് ഒരു പണിയും ചെയ്യാതെ ചുമ്മാ വീഡിയോസ് ഇട്ട് കാശുണ്ടാക്കുന്നു എന്ന് ഇങ്ങനെ കളിയാക്കുന്ന പോലെ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഒത്തിരി ഹാർഡ് വർക്കുണ്ട്. നമ്മളിങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ കളിയാക്കലുകളൊക്കെ ചലഞ്ചാക്കി എടുത്തുകൊണ്ട് നമ്മൾ അത് മുന്നോട്ട് പോകണം. അതിനിടയിൽ ഒത്തിരി വെറുതെ പറ്റിക്കാനായിട്ട് ഒത്തിരി നമ്മളെ കൊതിപ്പിക്കും പോലെ പെട്ടെന്ന് വ്യൂസ് കൂടുന്നു, സബ്സ്ക്രൈബർ കൂടുന്നു, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് പോകുന്നു. അതെല്ലാം ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും. പെട്ടെന്നങ്ങ് ആവാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ തന്നെ ഒത്തിരി അങ്ങ് തോറ്റു പോവും ഇല്ലേ? അപ്പം ഇതെല്ലാം നമ്മുടെ കൂടെ ഉള്ളതാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. എൻ്റെ കണ്ണിൽ ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ 100% ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യും. പിന്നെ എന്തോ സ്കാം എന്നൊക്കെ പറയുന്നു, സ്കാം സബ്സ്ക്രൈബർ ഉണ്ട് എന്നൊക്കെ പറയുന്നു. എനിക്ക് അനുഭവം ഇതുവരെയും ദൈവം സഹായിച്ച് ഒരു 1-2 ഒക്കെ പോയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഞാൻ അങ്ങനെ പോയാൽ പോലും ഞാൻ സബ്സ്ക്രൈബറിനെ തിരിച്ച് അൺസബ്സ്ക്രൈബ് ചെയ്യാറില്ല. കാരണം നമ്മളുടെ വാക്കാണല്ലോ വില അല്ലേ? നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രിറ്റീസ് ആയിരിക്കണം. ഇപ്പോൾ സെലിബ്രിറ്റീസൊന്നും അല്ലല്ലോ, സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പം എന്തായാലും എല്ലാത്തിനും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഒരു റെസിപ്പി കൊണ്ടുവരുന്നതൊക്കെ. സ്വന്തമായി ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളാരും 2-3 പ്രാവശ്യം റെസിപ്പി ചെയ്ത് നോക്കിയിട്ടാണല്ലോ നമ്മളെന്തായാലും പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ലോങ് വീഡിയോ ഇട്ടാൽ വ്യൂസ് കുറയും, കാരണം ആർക്കും ക്ഷമയില്ല ലോങ് വീഡിയോ. പിന്നെ നമ്മളൊരു പാചകത്തിൻ്റെ വീഡിയോ ഇടുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മളൊരു റെസിപ്പി ചെയ്യുമ്പം മാക്സിമം ടേസ്റ്റും പെർഫെക്ഷനും എല്ലാം പറയണം.